ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു പോർഷയുടെ 911 ഒരു ഷോർട്സ് ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് ഈ വണ്ടി കിട്ടിയത് വെറും 170 പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചിലർ വന്നിട്ട് 1080 എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ട് ഞാൻ ഞെട്ടി. 1080 രൂപയ്ക്കൊക്കെ ഇത് മേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അപ്പോൾ 170 കിട്ടിയ എൻ്റെ മോഡൽസാണ് ഈ ഇരിക്കുന്നത്. ഈ ബീറ്റിൽ, ഈ BMW, ജി വാഗൺ, ഈ രണ്ട് ഡിഫൻഡർ, ഇതെല്ലാം എനിക്ക് 170 കിട്ടിയുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് അതുപോലെ തന്നെ 170 കിട്ടിയൊരു മോഡലാണ് ഈ പോർഷയുടെ. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങിയത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. അപ്പോൾ ഈ 1/43 സ്കെയിൽ വരുന്ന 170 കിട്ടിയ മോഡൽസ് മാത്രമാണ് ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന മച്ചാനെ നോക്കണ്ട, അവനൊക്കെ ലൈസൻസ് പ്രോഡക്റ്റാണ്. അപ്പോൾ അവന് ഇച്ചിരി പ്രൈസ് കൂടുതലാണ്. ഇതൊക്കെ സെൻറ്റിയുടെ പ്ലാസ്റ്റിക് മോഡൽസാണ് ഈ വരുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു 170 കളക്ഷനിലോട്ട് 2 ഐറ്റംസ് കൂടെ വന്നിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തത്. ഒന്നാമത്തെ ഐറ്റം ഈ ഒരു ബെൻസാണ്. ഇതും 170 ഞാൻ മേടിച്ചത്. അതും സെയിം അതേ ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നാണ് ഈ വണ്ടി മേടിച്ചത്. ഇതിൻ്റെ ബട്ടർഫ്ലൈ ഡോറൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ബൂട്ടും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിൽ അത്ര എളുപ്പമല്ല ഇവൻ്റെ ഈ ബട്ടർഫ്ലൈ ഡോർ ഓപ്പൺ ചെയ്യാൻ എന്നുള്ളത്. അത് കുറച്ച് കട്ടിയാണ്. ഞാൻ നോക്കട്ടെ. പുതിയതായതുകൊണ്ടാണെന്ന് തോന്നുന്നു, കുറച്ച് പാടാണ് ഇതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വണ്ടി 170 കിട്ടുന്നത് എന്താ പറയുക, ഭയങ്കര ലക്കാണ്. അപ്പോൾ അങ്ങനെ ലക്കിൽ തന്നെ കിട്ടിയൊരു വണ്ടിയാണിത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉള്ള, മിനിമം ഡീറ്റെയിൽ ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടൊരു വണ്ടിയാണിത്. അപ്പോൾ നമ്മുടെ 170യുടെ കളക്ഷനിലോട്ട് വന്ന ഒരു പുതിയ അതിഥിയാണിത്. അപ്പോൾ നമ്മുടെ പോർഷയുടെ തൊട്ടിപ്പുറം തന്നെ വെക്കാം. പോർഷ ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല അടിപൊളി ഫിനിഷിങ് കണ്ടുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു വണ്ടിയാണ് ഷെവർലേറ്റിൻ്റെ ഈ ഒരു ട്രക്ക്. പഴയ നമ്മുടെ ക്ലാസിക് സിനിമകളൊക്കെ, ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടറിയാം. അതിൻ്റെ അകത്ത് ഒരുപാട് ഓടി നടക്കുന്ന ഒരു വണ്ടിയാണിത്. ഇപ്പോഴും അമേരിക്കയിലൊക്കെ ഇഷ്ടം പോലെ എന്താ പറയുന്നത് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഈ ഷെവർലേറ്റിൻ്റെ ഈ ട്രക്ക്. ഭയങ്കര ക്യൂട്ട് ലുക്കാണ് വണ്ടിക്ക്. ടെയിൽ ഗേറ്റ് ഓപ്പൺ ആവില്ല, അതുപോലെ ഈ ഡോർ രണ്ട് നമുക്ക് ഓപ്പൺ ആവും. അതും ഇച്ചിരി കട്ടിയാണ് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എൻ്റെ 170 കളക്ഷനിലോട്ട് വന്നിട്ടുള്ള 2 പുതിയ അതിഥികളാണ് ഇവന്മാർ രണ്ടും. ഇരിക്കുന്നതെല്ലാം സെൻറ്റിയുടെ പ്ലാസ്റ്റിക് മോഡൽസാണ്. അപ്പോൾ എൻ്റെ 170 കിട്ടിയ 1/43 സ്കെയിലുള്ള മോഡൽസാണ് ഈ ഇരിക്കുന്നതെല്ലാം. അപ്പോൾ നിങ്ങളുടെ അവിടെ ഈ ഒരു റേഞ്ച് വരുന്ന, അതായത് ഈ 1/43 സ്കെയിലിൽ വരുന്ന മോഡൽസിനൊക്കെ എത്രയാണ് റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ 170 വണ്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ കിട്ടിയതെല്ലാം ലക്കിന് കിട്ടിയതാണ്. അത് മാത്രമല്ല, ഇതെല്ലാം ഞാൻ മേടിച്ചതും ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നാണ്. വേറെ എവിടെ പോയാലും ഞാൻ എറണാകുളത്തൊക്കെ പോയി വണ്ടി മേടിക്കുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലത്തെ കുഞ്ഞൻ കാർസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും പ്രൈസ് ഇതൊന്നുമല്ല, ഇതിലൊക്കെ എബോയാണ് എൻ്റെ പ്രൈസ് വരുന്നത്. 170 ഇതുപോലുള്ള മോഡൽസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതല്ല നിങ്ങളുടെ ഭാഗത്തൊക്കെ ഇതുപോലുള്ള വണ്ടിക്കൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വണ്ടിയൊക്കെ ഇതുപോലത്തെ മോഡൽസ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് മേടിച്ചതെന്ന് വെച്ചാൽ അതും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.